ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നൊക്കെ ഒരു ഫംഗ്ഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഫേസ് പാക്ക് മാത്രം ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു 2 മാസത്തിന് ശേഷം ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് മുൻകൂട്ടി അറിയില്ലോ. അങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമുക്ക് ഡെയിലി വീട്ടിൽ ചെയ്യാവുന്ന, അതായത് നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റാനും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി ബേസിസിൽ എന്ന് വെച്ചാൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2 വട്ടം ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഒരു 3 മാസം മുന്നൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് നല്ലൊരു ഈവൻ ടോണുള്ള നമുക്ക് സ്കിൻ കിട്ടും കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആൻഡ് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക്, ഞാൻ കാണിക്കുന്ന ഈ ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഈ പപ്പായ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നല്ലൊരു റിസൾട്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ കരിവാളിപ്പ് മാറുന്നതിന് ബെസ്റ്റാണ് അല്ലേ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആണെങ്കിലും, അതായത് ഇപ്പൊ സെൻസിറ്റീവ് ആണെങ്കിൽ കൂടി പപ്പായ എന്താ പറയുക, സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ, അത് ചിലർക്ക് ഇനിയിപ്പോൾ അലർജി അങ്ങനെ ഉണ്ടാവുമോ അറിയില്ല, അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ കൈയിൻ്റെ ചെവിയുടെ പിൻഭാഗത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതങ്ങനെ നമുക്ക് കെമിക്കൽ ആയിട്ടുള്ളൊന്നല്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് പപ്പായ, അതുപോലെ തന്നെ നമ്മുടെ മുൾട്ടാനിമിട്ടി ഉണ്ടല്ലോ, മുൾട്ടാനിമിട്ടി പ്ലസ് നമുക്കൊരു ആസിഡ് പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലെമൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ച് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ചാണ്. അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആദ്യം നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം അല്ലേ. ഫസ്റ്റ് നമ്മളൊരു ബൗളിൽ എടുക്കുക, അതിലോട്ടൊരു 2-3 പീസ് പപ്പായ എടുക്കുക കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പപ്പായകളാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 3 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊരു ഒന്നല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അതർവൈസ് നമുക്കൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ലംസൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കട്ടകളൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് പഴുത്ത പപ്പായ ആണല്ലോ. ഒരിക്കലും ചനച്ച പപ്പായ ഒന്നും എടുക്കരുത്, നന്നായിട്ട് പഴുത്ത പപ്പായ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിലൊരു പശയുണ്ട്, ആ പശ മുഖത്തിട്ടാൽ പൊള്ളും. പിന്നെ അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് മുൾട്ടാനിമിട്ടിയാണ്. ഫസ്റ്റ് നമ്മൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ ഒരു 1/2 സ്പൂണാണ് എടുത്തത്. അതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇത്തിരി ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മുൾട്ടാനിമിട്ടിയുടെ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 1/2 സ്പൂൺ കൂടെ കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ലംസൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് ഈവണായിട്ട്, ഫോർക്ക് ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാട്ടും കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈവണായിട്ട് എല്ലായിടത്തും ഈ പപ്പായയും അതുപോലെ ഈ മുൾട്ടാനിമിട്ടിയുടെ പൗഡറൊക്കെ ഈവണായിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഫൈനൽ ആൻഡ് മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലെമൺ ആണ്. നമുക്ക് ലെമൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഓറഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ കറക്റ്റ് മതിയാവും, കൂടുതൽ വേണ്ട. കാരണം വല്ലാണ്ട് ലൂസായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഈ മിക്സിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഫേസ് പാക്ക് ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് കേട്ടോ. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫേസിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല കൂടുതൽ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഐസ് ക്യൂബ് നോർമൽ നമ്മളുടെ ഐസ് ട്രേയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ലതാണ്. പിന്നെ അതിന് കൂട്ടത്തിൽ ഇത്തിരി ലെമൺ കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി റിസൾട്ട് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഐസ് റോളറാണ്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് അത് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് മുഖത്തിടാം കേട്ടോ. ഇതിട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സ്ക്രബിങ് കൊടുക്കാം. ഈ ലെമൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഓറഞ്ച് വെച്ചിട്ട് ഈ
സ്ക്രബിങ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഇത്തിരി ഉണങ്ങിയിരിക്കും. കാരണം മുൾട്ടാനി മിട്ടി ഇട്ട കാരണം ഇത്തിരി ഉണങ്ങിയിരിക്കും. അപ്പോൾ അത് നമുക്ക് വെറുതെ കഴുകുന്നതിന് നല്ലത് ചെറുതായിട്ടൊരു സ്ക്രബിങ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം മസ്റ്റായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ ഇടണം കേട്ടോ. ഏതൊരു ഫേസ് പാക്ക് ആയാലും സ്ക്രബിങ് ആയാലും എന്ത് ചെയ്താലും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മോയ്സ്ചറൈസർ ഇടാം. അല്ലെങ്കിൽ നമ്മളെ പോൾസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. അതിൽ അഴുക്ക് വന്നിട്ട് ഡെഡ് സ്കിൻ അതുപോലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ മറക്കാണ്ട് ഫേസ് വാഷ് എപ്പോൾ ചെയ്യായാലും അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങളുടെ ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിന്റെ പുറകുവശം വെച്ച് ചെയ്യാം. ഇവർ നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് പോലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ലംസ് അല്ലേ പപ്പായ ആയ കാരണം ഞാൻ ഇങ്ങനെ മാഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിക്കാം. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് കാരണം ചെറുതായിട്ട് ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ പപ്പായയിൽ ഉണ്ടാവില്ല ഇങ്ങനെ അതുപോലെ ഉണ്ടാവും. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്രീമി ആയിട്ട് കിട്ടും. കുഴപ്പമില്ല, ഏതായാലും മതി. ഓക്കെ, നമുക്കപ്പോൾ ചെയ്യാം കേട്ടോ.
എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ സാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഏജിങ് പെട്ടെന്ന് തോന്നും നമുക്ക് സ്കിൻ സാഗ് ആകുമ്പോൾ. അതായത് ഇവിടെ ഇങ്ങനെ തൂങ്ങൽ വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ടൈമിൽ നമുക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ സർക്കുലർ മോഷനിൽ വേണം നമ്മളൊന്ന് ജെന്റിൽ മസാജ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോഴേ ഈ മൂക്കിന്റെ 2 സൈഡിൽ ഈ താടിയുടെ ഇവിടെ ഈ മൂക്കിന്റെ ഈ ഭാഗമില്ലേ അതൊക്കെ നന്നായിട്ട് ഇത്തിരി കൂടുതൽ മസാജ് ചെയ്യാൻ. എന്താ വെച്ചാൽ അവിടെ ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ അവിടെയൊന്ന് ചെയ്യാം കേട്ടോ. ഈ മൂക്കിന്റെ എഡ്ജിലൊക്കെ അഴുക്ക് ഇരിക്കും, വയർപ്പൊക്കെ ഇരിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള ഏരിയകളാണ്. പിന്നെ ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിലും ചെവിയിലും ചെയ്യണം കേട്ടോ. ഷൂട്ട് ചെയ്യുന്ന ടൈം ആയതുകൊണ്ടാണ് കാണിക്കാത്തത്, അല്ലെങ്കിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജിങ് പെട്ടെന്ന് കഴുത്തിലെടുത്ത് കാണിക്കും. ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ പുഷ് ചെയ്ത് കൊടുക്കാം. പുഷിങ് താഴത്തുനിന്ന് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. ഈ പുഷിങ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് രാത്രി കിടക്കുന്ന ടൈമിൽ മസാജ് ചെയ്യില്ലേ, ആ ടൈമിലും സർക്കുലർ മോഷനിൽ ചെയ്തിട്ട് താഴ്ന്ന മുകളിലേക്ക് ലാസ്റ്റ് പുഷ് ചെയ്യുകയാണെങ്കിൽ സാഗിങ് കുറയ്ക്കും കേട്ടോ. അപ്പം അത് ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടും. ഇപ്പൊ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ജെന്റിലായിട്ട് ഒരു ക്ലെൻസർ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് നമ്മൾ കൈവച്ചൊന്ന് ഒരു മൈൽഡ് വാട്ടർ വെച്ചിട്ട്, അതായത് മൈൽഡ്, അപ്പൊ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്താൽ മതി, ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മൈക്രോ ടവൽ ഉണ്ടല്ലോ, മൈക്രോ ഫൈബറിന്റെ ടവൽ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം മറക്കാണ്ട് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പോൾസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ അഴുക്ക് കയറി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ വരും. അപ്പൊ അതൊന്നും വരാണ്ടിരിക്കാൻ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ നോർമൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു അഫോർഡബിൾ റേഞ്ച് ആണ്. അതുപോലെ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ, ഹിമോലിന്റെ. അപ്പൊ നമുക്ക് ഇതൊരു ജസ്റ്റ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരല്പം എടുത്തിട്ട് ഇത്ര മതിയോ. ഇത് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആണ്, ഇടാൻ നല്ല ഈസിയാണ്. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഒഴുകി പോകും. അപ്പൊ നമുക്കിത് ജസ്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫിംഗറിലെടുത്തിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ, കാരണം അവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വരുന്നത് വരെ ബൈ.